ശാന്തി 17/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഈ രഹസ്യം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കൂ. ആബു ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. സ്വയം ഭഗവാൻ ഇവിടെ നിന്നാണ് എല്ലാവർക്കും സദ്ഗതി നൽകിയത്. ലോകത്ത് പല തീർത്ഥസ്ഥാനങ്ങളുണ്ട്. പല ധർമ്മങ്ങളുടെയും വിഭിന്ന തരത്തിലുള്ള തീർത്ഥസ്ഥാനങ്ങളുണ്ട്. എന്നാൽ സ്വയം ഭഗവാൻ പറയുന്നു, ആബുവാണ് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനം. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള ഇടങ്ങളിൽ ഒന്നെങ്കിൽ ദേവീദേവതമാരുടെ അല്ലെങ്കിൽ ധർമ്മസ്ഥാപകരുടെ സ്ഥലമായതുകൊണ്ടാണ് അവയെ തീർത്ഥസ്ഥാനമെന്ന് പറയുന്നത്. എന്നാൽ ആബു പർവ്വതത്തിൽ സ്വയം ഭഗവാനാണ് വന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പഠിത്തത്തിലൂടെ എല്ലാവർക്കും സദ്ഗതിയും നൽകുന്നു. ആരാണോ വന്ന് പഠിക്കുന്നത് അവർക്കാണ് സദ്ഗതി ലഭിക്കുന്നത്. ആര് വന്ന് പഠിക്കുന്നില്ലയോ അവർക്ക് ഗതിയായിരിക്കും ലഭിക്കുക. അതിനാൽ ഇതിനെല്ലാം നിമിത്തമായിട്ടുള്ള സ്ഥാനം ആബുവാണ്. അതിനാൽ ആബു തന്നെയാണ് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനം. ഈ രഹസ്യം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. ചോദ്യം: ഏത് കാര്യം മനുഷ്യർ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ തിരക്കുണ്ടാകും? ഉത്തരം: മുഖ്യമായ കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് ബാബ രാജയോഗം പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ പിന്നെയും പഠിപ്പിക്കുകയാണ്. ബാബ സർവവ്യാപി അല്ല. ഈ സമയം ബാബ ആബുവിൽ വന്ന് വിശ്വശാന്തി സ്ഥാപിക്കുകയാണ്. അതിന്റെ ജഡ ഓർമ്മചിഹ്നമായി ദേൽവാഡ അമ്പലവും ഉണ്ട്. ആദിദേവൻ ഇവിടെ ചൈതന്യത്തിൽ ഇരിക്കുകയാണ്. ഇത് ചൈതന്യ ദേൽവാഡ അമ്പലമാണ്. ഈ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ആബുവിന്റെ മഹിമയുണ്ടാകും. ഇവിടെ തിരക്കനുഭവപ്പെടും. ആബുവിന്റെ പേര് പ്രശസ്തമായാൽ പിന്നെ ഇവിടെ ധാരാളം പേർ വരും. ഒരു ഓർമ്മചിഹ്നം കുറിക്കുന്നത് അവിടെ എന്തോ നടന്നു, എന്തോ മഹത് കാര്യം നടന്നു, അല്ലെങ്കിൽ ഏതോ മഹത് വ്യക്തി വന്നു എന്നത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ ആബു പർവ്വതത്തിൽ ദേൽവാഡ അമ്പലമുണ്ട്. ആ ദേൽവാഡ അമ്പലം ഓർമ്മിപ്പിക്കുന്നത് ചൈതന്യത്തിൽ എപ്പോഴോ ആദിദേവൻ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് തപസ് ചെയ്തിരുന്നു എന്നതാണ്. എന്നാൽ ഇപ്പോൾ ആദിദേവൻ ചൈതന്യത്തിൽ അവിടെ ഇരിക്കുകയാണ് എന്നത് ലോകത്തിലുള്ളവർ അറിയുകയാണെങ്കിൽ തിരക്കനുഭവപ്പെടും. മാത്രമല്ല, പണ്ട് പ്രാചീന കാലത്ത് രാജയോഗം ഈശ്വരൻ പഠിപ്പിച്ചിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഈശ്വരൻ പിന്നെയും വന്ന് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ സർവവ്യാപിയല്ല. ഇങ്ങനെയുള്ള ജ്ഞാനത്തിന്റെ ഗഹനമായ രഹസ്യങ്ങൾ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർക്ക് ആബുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. ആബുവിന്റെ മഹിമയുണ്ടാകും. ഇവിടെ വളരെ തിരക്കനുഭവപ്പെടുകയും ചെയ്യും. എപ്പോഴാണോ പേര് പ്രശസ്തമാകുന്നത്, അതായത് സത്യമായ സന്ദേശം എല്ലാവരിലും എത്തുന്നത്, അപ്പോൾ ഇവിടെ ധാരാളം പേർ വരും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേഹി അഭിമാനി ആകുന്നതിന് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യണം. ഒരിക്കലും ചിന്തിക്കരുത് ഭാഗ്യത്തിൽ എന്തുണ്ടോ അത് നടക്കും എന്ന്. വിവേകശാലികളാകണം. 2. ജ്ഞാനം കേട്ട് അത് സ്വരൂപത്തിൽ കൊണ്ടുവരണം. ഓർമ്മയുടെ മൂർച്ച ധാരണ ചെയ്ത് പിന്നെ സേവനം ചെയ്യണം. എല്ലാവർക്കും ആബു മഹാൻ തീർത്ഥഭൂമിയുടെ മഹിമ കേൾപ്പിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം വിവേകശാലിയായി ഈ സംഗമയുഗത്തിൽ ആത്മ അഭിമാനി ആകുന്നതിനുള്ള പൂർണ്ണമായുമുള്ള പുരുഷാർത്ഥം ചെയ്യണം. 20 നഖങ്ങളും ഉപയോഗിച്ച് പുരുഷാർത്ഥം ചെയ്യണം. നന്നായി പരിശ്രമിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭാഗ്യം നാം സ്വയം ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരുണ്ടാക്കി തരുന്നതോ ഭഗവാൻ ദയ കൊണ്ട് തരുന്നതോ അല്ല.
അതിനാൽ ഒരിക്കലും എൻ്റെ ഭാഗ്യത്തിൽ എന്തുണ്ടോ അതെനിക്ക് കിട്ടും എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ഭാഗ്യം ഞാൻ സ്വയം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി ഏറ്റവും മികച്ച രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എന്താണോ ബാബ മുരളിയിൽ കേൾപ്പിക്കുന്നത്, നമ്മൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത് അതിൻ്റെ സ്വരൂപമാകണം. അതായത് എന്ത് ബാബ പറഞ്ഞുവോ അതിനെക്കുറിച്ച് മനനം ചെയ്യണം, അത് കാര്യം സ്പഷ്ടമായി മനസ്സിലാക്കണം, എന്നിട്ട് ജീവിതത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെയാണ് നാം സ്വരൂപമാകുന്നത്. ഇതിലൂടെ ഓർമ്മയുടെ മൂർച്ച നമ്മളിൽ നിറയുകയാണ്. ഇങ്ങനെ നിറഞ്ഞ് നമ്മൾ സേവനത്തിന് പോകുമ്പോൾ മറ്റുള്ളവർക്ക് നന്നായി അമ്പേൽക്കും. ഒപ്പം ആബു മഹാൻ തീർത്ഥസ്ഥാനത്തിൻ്റെ മഹിമയും മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. വരദാനം: ഒരു ബാബ വാക്കിൻ്റെ സ്മൃതിയിലൂടെ ഓർമ്മയിലും സേവനത്തിലും ഇരിക്കുന്ന സത്യമായ യോഗിയും സത്യമായ സേവാധാരിയുമായി ഭവിക്കട്ടെ. താങ്കൾ കുട്ടികൾ വായിലൂടെയും മനസ്സിലൂടെയും ഇടയ്ക്കിടെ ബാബ എന്ന വാക്ക് പറയുന്നു. കുട്ടികളാണ്. അപ്പോൾ ബാബ വാക്ക് ഓർമ്മ വരിക അല്ലെങ്കിൽ ചിന്തിക്കുക തന്നെയാണ് യോഗം. വായിലൂടെ തുടർച്ചയായി ബാബ ഇങ്ങനെ പറയുന്നു, ബാബ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നതും സേവനമാണ്. എന്നാൽ ഈ ബാബ വാക്കിനെ ചിലർ ഹൃദയം കൊണ്ട് പറയുന്നവരാണ്, ചിലർ ജ്ഞാനം അറിയുന്നത് കൊണ്ടാണ്. ആര് ഹൃദയപൂർവം പറയുന്നുവോ അവരുടെ ഹൃദയത്തിൽ സദാ പ്രത്യക്ഷപ്രാപ്തിയായി സന്തോഷവും ശക്തിയും ലഭിക്കുന്നു. അറിവ് കൊണ്ട് പറയുന്നവർ പറയുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, സദാകാലത്തേക്ക് ഇല്ല. നമ്മൾ ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ബാബ എന്ന് ഓർമ്മിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് യോഗമാകുന്നു. നമ്മൾ തുടർച്ചയായി മനസ്സിൽ ബാബ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വായി കൊണ്ട് ബാബ ഇങ്ങനെ പറഞ്ഞു, ബാബ ഇതാണ് ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇത് യോഗവുമാണ്, എന്നാൽ സേവനവുമാണ്. എന്നാൽ ബാബ പറയുന്നു, അറിവിൻ്റെ ആധാരത്തിൽ മാത്രമാണോ നമ്മൾ ബാബ ബാബ എന്ന് പറയുന്നത്, അതോ അനുഭവത്തിൻ്റെയും ആധാരത്തിൽ ഹൃദയം കൊണ്ടാണോ നാം പറയുന്നത്? അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഹൃദയം കൊണ്ട് പറയുമ്പോൾ അത് പ്രത്യക്ഷ ഫലമായി ഹൃദയത്തിൽ സന്തോഷവും ശക്തിയും ലഭിക്കുന്നു. എന്നാൽ അറിവ് ഉള്ളതുകൊണ്ട് മാത്രം പറയുമ്പോൾ പറയുന്ന സമയം സന്തോഷം തോന്നും, എന്നാൽ സദാകാലത്തേക്ക് ഉണ്ടായിരിക്കില്ല. സ്ലോഗൻ: പരമാത്മാവാകുന്ന ദീപത്തിൽ ബലിയാകുന്നവർ തന്നെയാണ് സത്യമായ ഈയാമ്പാറ്റകൾ. ബാബയിൽ ബലിയാകുക അർത്ഥം ബാബ എന്തു പറയുന്നുവോ അത് ചെയ്യുക എന്നാണ്. ആരാണോ ബാബ എന്തു പറയുന്നുവോ ബാബയുടെ ശ്രീമത്ത് അനുസരിക്കുന്നുവോ അവരെയാണ് സത്യമായ ഈയാമ്പാറ്റകൾ അല്ലെങ്കിൽ ബലിയാകുന്ന ശലഭങ്ങൾ എന്ന് പറയുന്നത്. ഓം ശാന്തി.